യെസ്, പ്ലീസ് സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ഈ സങ്കടത്തിൽ നിന്ന് അല്പ ഒരു ചില ചിന്തകൾ പങ്കുവച്ചതിന് ശേഷം ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഇത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് മൂന്നായിട്ട് ഈ സങ്കീർത്തനത്തെ തിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത് നമ്മൾ 1-4 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ 84-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദേവാലയത്തിൽ വസിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ 5 മുതൽ 7 ഉള്ള വാക്യം വായിക്കുമ്പോൾ യെരുശലേമിലേക്കുള്ള തീർത്ഥാടകരുടെ വലിയ സന്തോഷം, അവർ യാത്ര ചെയ്ത് പോവുകയാണ്. എന്നാൽ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നത് 5 അതുപോലെ 6, 7 വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയോട് സങ്കീർത്തനക്കാരനെ അത് അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, യഹോവ സാബോത്ത്, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവിടെ ആരംഭിക്കും തന്നെ. സ്വർഗീയ ദൂതന്മാരുണ്ട് ആ സൈന്യത്തില്. അതുപോലെ ഞാനും നീയും ആ സൈന്യത്തിന്റെ ഒരു ഭാഗമാണ്. ആ യഹോവയുടെ ആ സൈന്യത്തിന്റെ ഒരു ഭാഗമാക്കി എന്നെ ഇതിന്റെയും കർത്താവ് തീർത്തതിനാല് ഈ പോൽക്കാല കാര്യങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. 42-ാം സങ്കീർത്തനം നമ്മൾ അതിൻ്റെ 1 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്: മാനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് ഹല്ലേലൂയ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ ആലയത്തിൽ വസിക്കുന്നൊരു ഭാഗ്യവാൻ. ഇവിടെ 3 ഭാഗ്യവാന്മാരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് പറയുന്നത് നമുക്ക് കാണുവാൻ. ഒന്നാമത്തെ ഭാഗ്യം 84-ന്റെ 4 ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ ആലയത്തിൽ വസിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് ലഭിക്കും. അപ്പോൾ ദൈവമക്കളായ നമ്മളെ ആലയത്തിൽ കടന്നുവരോടെ അവന്റെ വലിയ സാന്നിധ്യത്താല് നമ്മളെ നിറയ്ക്കുന്നതായ ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്താണ്? കൊതിക്കുന്നവരായിരിക്കണം ദൈവമക്കളെ. ആലയത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കൊതിച്ചുകൊണ്ട് കടന്നു വരേണ്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവേ നിന്റെ ആ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, നിന്റെ വലിയ സാന്നിധ്യത്താല് എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവരെന്താണ്? ഭാഗ്യവാന്മാരാണ്. അവന്റെ ആലയത്തിൽ വസിക്കുവാന്, അവന്റെ ആലയത്തിൽ വന്ന് ആരാധിക്കുവാന്, അവനോടൊന്നിച്ച് യാത്ര ചെയ്യുവാന്, അവന്റെ മക്കളാക്കി ഹല്ലേലൂയ നമ്മളെ തീർത്തതിനായി നമ്മുടെ കരങ്ങളിൽ തമ്മ കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അവന്റെ ആലയത്തിൽ വസിക്കുന്ന ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ളതായ ആ ഒരു ബന്ധത്തിൽ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. ആലയം നമ്മുടെ ഭവനം ആലയമാകാം, നിന്റെ കാർ ആലയമാകാം. ഹല്ലേലൂയ. ഈ ദേവാലയം ആലയമാകാം. നീ എവിടെ പോയാലും ഒരു ദൈവം എന്തുവാണ്? ആലയത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അത് മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ അല്ല. ഹല്ലേലൂയ. ഞാനും ഹല്ലേലൂയ നീയും ആയിരിക്കുന്ന സാധനങ്ങൾ എന്തുവാണ്? ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുവാൻ നമ്മൾ കൊതിക്കണം. ദൈവത്തിന്റെ ആലയം നമുക്ക് സൃഷ്ടിക്കുവാനായി സാധിക്കും. അവിടെ അവന്റെ ഹല്ലേലൂയ വലിയ സാന്നിധ്യം ഇനി ഇറങ്ങി വരും. അതുപോലെ രണ്ടാമത് റൂട്ടെ കുറിച്ച് പറയുന്നത് 84-ന്റെ 5 ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ബലം നിന്നിലുള്ളതായ മനുഷ്യൻ ഭാഗ്യവാൻ. പലരുടെയും ബലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലര് പണത്തിന്റെ ബലം കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പൊസിഷന്റെ ബലം കാണിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എന്തുവാണ്? പല ബലമുള്ള കാര്യങ്ങളിൽ എന്തുവാണ് നമുക്ക് ആശ്രയിക്കാം ഈ ലോകത്തില്. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ആശ്രയവും ബലവും എന്തുവാണ്? നമ്മുടെ ബലം ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മുടെ ബലം ആര് കടന്നു വരുന്നത്? ദൈവത്തിങ്കൽ നിന്നാണ് നമ്മുടെ ബലം കടന്നു വരുന്നത്. നമുക്ക് ബലം തരുന്നതായ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചിലപ്പോൾ മാനസികമായി നമ്മൾ തകർക്കപ്പെട്ട് അയ്യോ മനസ്സിനൊരു ബലമില്ലാത്ത പോലെ ചില അവസരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ആകാറുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ബലമില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും എന്തുവാണ്? നമ്മുടെ ബലം നഷ്ടപ്പെടുന്നത് പോലെ ഈ ആത്മീയ യാത്രയിലെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സമയം എന്നെ നിന്നെയും
ബലപ്പെടുത്തുന്നതായ ഒരു കർത്താവുണ്ട്. ആ ബലപ്പെടുത്തുന്ന കർത്താവിനെ കരങ്ങളെത്തുന്ന മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബലത്തിന്റെ ഉറവിടം എവിടെയാണ്? നമ്മുടെ കർത്താവാണ്. നമ്മുടെ ബലത്തിന്റെ ഉറവിടം എന്തുമാണ്? കർത്താവ് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ബലം നിന്നിലെ ഉള്ള മനുഷ്യൻ എന്തുവാണ്? ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ പല ഭാഗ്യവാന്മാരെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാം. എന്നാൽ ബലം കർത്താവ് തന്നിരിക്കുന്ന ബലം എന്തുവാണ്? എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ എന്തുവാണ്? ഞാനും നീയും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ദൈവത്തിന്റെ ബലം എന്തുവാണ്? പ്രാപിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ആ ബലം നമ്മൾ അന്വേഷിച്ചോണം. ആ ബലം എന്തുവാണ്? ഹല്ലേലൂയ. നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ആ ബലം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ആ ബലം നമുക്ക് ഇന്ധനം തരുന്നതാണ് മുന്നോട്ട് പോകുവാനായിട്ട്. ആ ബലത്തിൽ എന്തുവാണ്? ദൈവമക്കളെ എന്നും ആശ്രയിക്കണം. വല്ലപ്പോഴും അല്ല, ആവശ്യം വരുമ്പോഴല്ല ബലത്തില് ആശ്രയിക്കേണ്ടത്. എന്തുവാണ്? ആ ബലം എന്തുവാണ്? തേടി ഹല്ലേലൂയ ആ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ബലം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ഈ ദൈവവചനം. ഈ ദൈവവചനം വായിക്കുമ്പോൾ എന്തുവാണ്? ഒരു ബലം. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ഒരു ബലം, പാട്ട് പാടുമ്പോൾ ഒരു ബലം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോൾ ഒരു ബലം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബലം. ഹല്ലേലൂയ. മറ്റൊരു സഹോദരനും സഹോദരിയും ആത്മീയരായ ചിലരോട് സംസാരിക്കുമ്പോൾ ഒരു ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ആ ബലം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാലാമതൊരു കൂട്ടരെ കുറിച്ച് മൂന്നാമതൊരു കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നത് 84:12 വാക്യമാണ്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സൈന്യങ്ങളുടെ യഹോവേ, നിന്നിലെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവിലെ ആശ്രയിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. കർത്താവിലെ ആശ്രയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നോർത്ത് ഞാൻ കർത്താവിന് അവൻ നമ്മുടെ ആശ്രയമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ആശ്രയമായിരിക്കൽ. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുന്നവരാരും പതയപ്പെടുകയില്ല. ദാവീദ് അനേക പ്രാവശ്യ സങ്കീർത്തനങ്ങളിൽ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്: കർത്താവ്, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ ആശ്രയം. ഇന്ന് പലക്കാലം ദൈവമക്കളായ നമുക്ക് തുടർമാനമായിട്ട് പറയാം: കർത്താവ്, നീ എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ ആശ്രയം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആശ്രയമായി നമ്മളെ സഹായിക്കുന്ന കർത്താവ് അടുത്ത് വന്നിനെ താലോടും, അടുത്ത് വന്നിനെ ശക്തീകരിക്കും, അടുത്ത് വന്നിനെ ബലപ്പെടുത്തും. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ബലം ലഭിക്കുകയുള്ളൂ. ദൈവത്തിലെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ എന്തുവാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭാഗ്യവാന്മാരാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിലെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും പരാജയപ്പെടുകയില്ല. അവൻ നമ്മുടെ ആശ്രയമാണ്, അവൻ നമ്മുടെ ഗോപുരമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ഉറപ്പുള്ള പാറയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ. ഈ കർത്താവില് എന്നും എന്തുമാണ്? ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുവാൻ, ഈ കർത്താവിലുള്ളതായ ആശ്രയത്തിന്റെ വെളിപ്പാട് ലഭിക്കാത്തതായ എത്രയോ പേരാണ് ലോകത്ത് അവിടെയുടെയും ജീവിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കർത്താവിലെ ആശ്രയിക്കുക എന്നുള്ളതായ ഒരു വലിയ വെളിപ്പാടാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നത്. ദൈവത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ ഒരിക്കലും നീ പരാജയപ്പെടുകയില്ല. ഈ ദൈവത്തിലെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് ഈ വചനങ്ങളാലെ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.